ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ പച്ചക്കിടാവ് എന്ന കവിത. മാനത്തോടെ ഇഹത്തിലങ്ങനെ വസിച്ചിടാൻ രുചിക്കാതെയായി, ദീനത്താൽ ഭജനത്തിനുള്ള കഴിവും ദേഹത്തിനില്ലാതെയായി, ജ്ഞാനം തേടുവതിന്നു ബുദ്ധിയുമിരിക്കില്ലെന്ന ഘട്ടത്തിലായി, ഞാനെന്താണിനി വേണ്ടതെന്നു ഗുരുവായൂരപ്പനോദീടണം. ഒന്നിനും കഴിയാത്തൊരെൻ്റെ ദയനീയാവസ്ഥയും സ്വന്തമാമെന്തിനും മതിയായ മാന്യനിലയും നാം തമ്മിലെ ചാർച്ചയും നന്നായോർത്തിനി വേണ്ട കാര്യമുടനെ ചെയ്തിടുമല്ലോ. ഭവാനെന്താണെന്നിവനോദിടേണ്ട, ഭഗവാനെല്ലാം ഉറച്ചാൽ മതി. അന്നം പൊന്നു പശുക്കൾ മന്നവപദം വിണ്ണെന്ന സൗഖ്യങ്ങളെ കണ്ണൻ തൻ തിരുമുമ്പിൽ വന്നു പലരും ചോദിച്ചു മേടിക്കവേ, ഒന്നും ഞാൻ പിശകാതെ നിന്ന നില കണ്ടാശ്ചര്യമായി. കാണികൾക്കെന്നാൽ ഞാൻ ഭഗവാന്റെ തന്നെ മകനാണെന്നുള്ളതാരോർത്തിടും. ഉണ്ടീടാൻ കരുതാതെയുള്ള മുതലും കണ്ടോർക്കു നൽകിയിട്ടുടൻ തെണ്ടിയിടുന്നു. കൃതാർത്ഥരായി പടികളിൽ പിച്ചയ്ക്കു സന്യാസികൾ. പണ്ടത്തെ പതിവാണിതൊക്കെയും അതിക്കാലത്തു പറ്റുന്ന തല്ലുണ്ടായിടുമനർത്ഥമെന്നു വെറുതെ പ്രാവുന്നു സംസാരികൾ. അന്യന്മാർക്കു സുഖം വരാനിടവിടാതെന്തെങ്കിലും ചെയ്യണം. തന്നെ കൊണ്ടൊരുപദ്രവം വരരുതേ മറ്റാർക്കുമെന്നോർക്കണം. കണ്ണൻ തൻ ചരിതാമൃതം നുകരണം നിർവ്യാജമാം ഭക്തിയോടെന്നാൽ ഭുക്തികൾ തൊട്ടു സിദ്ധികൾ വരെ സർവം കരസ്ഥം സുഖം. ഓരോ
കാലടി വെപ്പിലും തെരുതരെ പേടിച്ചു പിന്നാക്കമായി നീരോലും മിഴിതൻ മിനുത്ത കടയാൽ കണ്ണിട്ടു കണ്ണിട്ടതാ. ആരോമൽ തളയെ ശപിച്ചു വളയെ പ്രാവി കറുത്തിട്ടൊരാളാരോമെല്ലെ വരുന്നു വെണ്ണ കവരാനായെല്ലിലമ്പാടിയിൽ. തല്ലാനായി കരമോങ്ങിയാൽ കരകയായ അച്ഛൻ വിളിച്ചാൽ വരില്ലില്ലത്തേക്കയൽ വീട്ടിലാണു പകലൊക്കെയും പരുങ്ങിയിടുക. മല്ലാക്ഷി മണിമാരെ എപ്പോഴും അലട്ടിയിടുന്നു നൈപ്പാൽ കവർന്നെല്ലാം കൊണ്ടുമതീവ കൗതുകമയം കണ്ണന്റെ കൗമാരകം. ചേലാർന്നുള്ളൊരു തന്മുഖം തണുതണെ തൂകുന്നു വെൺപുഞ്ചിരിപ്പാലാഴിത്തിരമാലയിൽ തിരുവുടൽ കൽക്കണ്ടമാണ്ടങ്ങനെ. കൂടെ കൂടെ അലിഞ്ഞു നേർത്തിടുകയാൽ പൂമാതിനെ കൊണ്ടുമൈ തേടിപ്പിച്ചു കളിച്ചിടുന്ന രസിക കട്ടയ്ക്കു കൈകൂപ്പിടാം. പോയല്ലോ മകനെന്നു വെച്ചധികമായി ആധിപ്പെടുന്നു മനം. ചീയുന്നു നവനീത ഖണ്ഡമുറിമേലാരും ഭുജിക്കായികയാൽ. പുത്തൻ പൂന്തുകിൽ ചാർത്തുമെൻ മടിയിലായി കാൽ കൊണ്ടു പൂവിട്ടു ഹാ നൃത്തം വെച്ചു കളിക്കുമോ മനയെ ഞാൻ കാണുന്നതെന്നാണിനി. വീടും ഭാരവും ഓർത്തിടാതിടയിലൂണില്ലാതിടയ്ക്കൊക്കെയും പാടും പിള്ളരുമാടിടും ഹലിയുമായി കൂടിക്കളിച്ചങ്ങനെ. മാടും മേച്ചുവനത്തിലോടി നെടുവീർപ്പിട്ടും വിയർത്തും മുഖം വാടും കൃഷ്ണനെയാദരാൽ വിശറിയാൽ വീശുന്നതെന്നാണു ഞാൻ. തട്ടിക്കേറി യമന്റെ ദൂതരരികത്തെത്തുമ്പോൾ വല്ലാതെ ഞാൻ ഞെട്ടി. ദീനത മൂലമെന്റെ മിഴിയിൽ ബാഷ്പം പൊഴിഞ്ഞിടവേ. പെട്ടെന്നായതു നീലമേഘതതിയായി തീർന്നിട്ടതിൽ ഗോപിയും പട്ടും പീലിയുമുല്ലസന്മുരളിയും കാണുന്നതെന്നാണു ഞാൻ. ഉണ്ണാൻ താമസമായിടുന്ന ദിവസം ബ്രഹ്മാണ്ഡപൂർണോദരം തിണ്ണം വാർന്നു മെലിഞ്ഞു കിങ്ങിണി കിഴിഞ്ഞൊക്കത്തു വച്ചിടുവാൻ. ഉണ്ണിച്ചന്തി തികഞ്ഞിടാതെ വരികെ പ്രേമാന്ധയാം ധാത്രിയെ കണ്ണീരിൽ കുതിരാനിടുന്നൊരിടയ കൈക്കുഞ്ഞെനിക്കാശ്രയം. കാമം കണ്ണെഴുതി കുറിയിട്ടു മരുമ കണ്ണന്റെ കാരുണ്യമാം കാർമേഘം ശ്രുതികാനനത്തെ മുഴുവൻ ശ്യാമീകരിച്ചിടവേ. സാമോദം രവിപുത്രി തൻ വിജനമാം കുഞ്ചത്തിലേതോ തനി പ്രേമത്തിൻ പരകാഷ്ഠയായ രമണീരത്നം രമിച്ചീടിനാൾ. അമ്പാടിത്തെരുവിൽ പിറന്ന രമണീ മാണിക്യമാം രാധതൻ ചെമ്പട്ടാൽ കനകക്കുടങ്ങൾ മറയും മാറിൽ കിടന്നങ്ങനെ. പൈമ്പാലമ്പിളി ചിന്തിടുന്നൊരിരവിൽ കൺപോള ചീമ്പുന്നൊരത്തുമ്പില്ലാത്തതു കാട്ടിടും മറമൊഴിക്കാമ്പിൻ പദം കുമ്പിടാം. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ശ്രദ്ധേയമായ പച്ചക്കിടാവ് എന്ന കവിതയോടുകൂടിയാണ് നമ്മൾ ആരംഭിച്ചത്. ഇന്ന് ശ്രീമദ് ഭാഗവതം, പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമായ ശ്രീമദ് ഭാഗവതം, അത് ഈ അക്ഷരോപാസനയായി സമർപ്പണം തുടങ്ങിയിട്ട് 937 ദിവസമാണ്. ആശ്രയസ്കന്ധമായിരിക്കുന്ന ദ്വാദശസ്കന്ധത്തിലെ 6 അധ്യായത്തിൽ യാജ്ഞവൽക്യ സ്തുതിയോടുകൂടിയാണ് നമ്മളിന്ന് ആരംഭിക്കുന്നത്. തൻ്റെ ആ ഗുരുവിൻ്റേതല്ലാത്ത ഛന്ദസ്സുകൾ, സംഹിതകൾ പഠിക്കണം എന്ന് ആഗ്രഹിച്ചും കൊണ്ട് വേദ സമഷ്ടി സ്വരൂപമായിരിക്കുന്ന സൂര്യഭഗവാനെ സ്തുതിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അവിടെ ഉള്ള സ്തുതിയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഗദ്യരൂപത്തിലാണ് ഈ സ്തുതി. ഓം നമോ ഭഗവതേ ആദിത്യായ അഖില ജഗതാമാത്മസ്വരൂപേണ കാലസ്വരൂപേണ ചതുർവിധ ഭൂതനികായാനാം ബ്രഹ്മാദിസ്തംഭപര്യന്താനാമന്തർഹൃദയേഷു ബഹിരപി ചാകാശ ഇവോപാധിനാ വ്യവധീയമാനോ ഭവാനേക ഏവ ക്ഷണലവനിമേഷാവയവോപചിത സംവത്സരഗണേനാപമാദാനം വിസർഗാഭ്യാമിമാം ലോകയാത്രാമനുവഹതി. ഇതാണ് 67 ശ്ലോകം. ബ്രഹ്മാദിസ്തംഭപര്യന്താനാം, ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള, ചതുർവിധ ഭൂതനികായാനാം, 4 തരത്തിലുള്ള ഭൂതസമൂഹങ്ങളടങ്ങിയ, ജഗതാം ലോകങ്ങളുടെ, അന്തർഹൃദയേഷു ഹൃദയാന്തർഭാഗങ്ങളിൽ, ആത്മസ്വരൂപേണ ആത്മസ്വരൂപത്തോടുകൂടിയും, ബഹി അപി ച ബാഹ്യത്തിൽ പുറമേ, കാലസ്വരൂപേണ കാലസ്വരൂപനായിട്ടും, ആകാശ ഇവ ആകാശമെന്ന പോലെ, ഉപാധിന അവ്യവധീയമാനഃ ഉപാധിയാൽ ആച്ഛാദനം ചെയ്യപ്പെടാത്തവനായിട്ട്, ഭവാൻ ഏകഃ ഏവ അങ്ങ് ഒരാൾ തന്നെ, ക്ഷണലവ നിമേഷാവയവോപചിത സംവത്സര ഗണേന ക്ഷണലവ നിമേഷാദികളായ അവയവങ്ങളാൽ പുഷ്ടിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സംവത്സരഗണത്താൽ, അപാം ജലങ്ങളുടെ, ആദാന വിസർഗാഭ്യാം ആദാനം കൊണ്ടും വിസർഗം കൊണ്ടും, ഇമാം ലോകയാത്രാം ഈ ലോകയാത്രയെ, അനുവഹതി നിരന്തരം അതിനെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. ഋഗ്വേദാദി വേദങ്ങളുടെ ആ ഈശ്വരൻ പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്ന സൂര്യഭഗവാനാണ് എന്ന ആ വേദ സിദ്ധാന്തത്തെ യാജ്ഞവൽക്യൻ സൂര്യഭഗവാനോടുള്ള ആ സ്തുതിയിലൂടെ കാണിച്ചു തരികയാണ്. സൂര്യഭഗവാൻ വേദനിധിയാണ് എന്നാണ്. ഇപ്പൊ കാലത്ത് എഴുന്നേറ്റാൽ, ആ സ്നാനാദി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ സൂര്യഭഗവാനെ ആദരിക്കുക, അത് ബ്രാഹ്മണരുടെ ഒരു സങ്കല്പമാണ്, സന്ധ്യാവന്ദനം എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവിടെ ഋഗ്ഭി പ്രഹ്ണേ ദിവിദേവ ഈയതേ യജുർവേദേ തിഷ്ഠതി മധ്യേ അന്യ സാമവേദേന അസ്തമയേ മഹീയതേ വേദൈരശൂന്യസ്ത്രിഭിരേവ സൂര്യ എന്നാണ്. പ്രഹ്ണേ കാലത്ത്, കാലത്ത് എങ്ങനെയാ? ഇവിടെ ദിവി ദേവഹ ദ്യോവിൽ പ്രകാശിക്കപ്പെടുന്ന ഈ ദേവൻ, ഋഗ്ഭി ഋക്കുകളാൽ ഈയത്തെ പ്രാപിക്കപ്പെടുന്നു. ഋഗ്വേദമാണ് കാലത്ത്, അല്ലെങ്കിൽ കീർത്തിക്കപ്പെടുന്നു. പ്രാതകാലത്തിൽ ഋഗ്വേദം സൂര്യന്റെ മഹിമ ചൊല്ലാനായിട്ട്, അന്നമധ്യേ മധ്യാഹ്നത്തിൽ അഹസിന്റെ മധ്യത്തിൽ ഉച്ചയ്ക്ക്, യജുർവേദേ തിഷ്ഠതി യജുർവേദത്തിൽ സ്ഥിതി ചെയ്യുന്നു. മധ്യാഹ്നത്തിൽ സൂര്യനെ യജുർവേദം കൊണ്ട് വേണം സേവിക്കാൻ. അസ്തമയെ സൂര്യന്റെ അസ്തമയാവസരത്തിൽ വൈകുന്നേരോ സാമവേദേന മഹീയത്തെ സാമവേദം കൊണ്ട് കീർത്തിക്കപ്പെടുന്നു. അസ്തമന സൂര്യനെ സാമഗാനങ്ങളെ കൊണ്ട് ആദരിക്കണം എന്നാണ്. സൂര്യൻ ത്രിഭി വേദൈ 3 വേദങ്ങളോട്
അശൂന്യ വേർപിരിയാത്തവനായിട്ട് സഞ്ചരിക്കുന്നു. ഏതി 3 വേദങ്ങൾ സൂര്യനെ വേറിട്ടിരിക്കുകയല്ല, ഒരുമിച്ച് തന്നെയാണ്. സൂര്യൻ വേദനാഥനാണ്, വേദനിധിയാണ്, വേദസാരമാണ് എന്ന് കാണിക്കുന്നു. അപ്പോൾ സൂര്യോപാസ്തി കൊണ്ട് പുതിയ യജുസിദ്ധി ഉണ്ടാകും എന്ന് യാജ്ഞവൽക്യൻ തീർച്ചപ്പെടുത്തിയേക്കാണ്. ഇപ്പം ഗായത്രി മന്ത്രത്തിൻ്റെ പ്രഥമപാദത്തിൽ സൂര്യൻ്റെ ആ വരേണ്യതയെ കാണിക്കുന്നുണ്ട്, സർവോത്കൃഷ്ടത്തെ കാണിക്കുന്നുണ്ട്, ഇല്ലേ? ഓം ഭൂർഭുവ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ എന്നാണ്, അല്ലേ? അപ്പോ എങ്ങനെയാണ്? അണ്ഡജം, ശ്വേതജം, ഉദ്ഭിജം, ജരായുജം 4 തരത്തിൽ കാണപ്പെടുന്ന ബ്രഹ്മാവ് മുതൽ ഈ പുൽക്കൊടി വരെയുള്ള അണ്ഡത്തിൽ നിന്നുണ്ടാവുന്നത്, ശ്വേതത്തിൽ നിന്നുണ്ടാവുന്നത്, പൊട്ടിമുളയ്ക്കുന്നത് തുടങ്ങി ഇങ്ങനെ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സകല ചരാചരങ്ങളും എന്തിലടങ്ങിയിരിക്കുന്നു? സൂര്യനിൽ അടങ്ങിയിരിക്കുന്നു. ലോകത്തിലെ ആ ജീവികളുടെ അന്തർഭാഗത്ത് ആത്മസ്വരൂപനായി ഭഗവാനുണ്ട്, പുറത്ത് കാലസ്വരൂപനായും ഇതേ സൂര്യൻ തന്നെ. ക്ഷണം, ലവം, മുഹൂർത്തം, യാമം, ദിവസം, വാരം, മാസം ഇതൊക്കെ ചേർന്ന് കഴിഞ്ഞാലോ സംവത്സരം. അപ്പൊ ഇത്രയും അംഗങ്ങളോടുകൂടിയ സംവത്സരമൂർത്തിയായി കാലസ്വരൂപനായിട്ട് ജലങ്ങളെ ആകർഷിക്കുകയും വർഷിക്കുകയും ചെയ്ത് നീരാവിയാക്കി മാറ്റണു, മഴയായി പെയ്യണു. ഇപ്പൊ സസ്യാദികളെ അഭിവൃദ്ധിപ്പെടുത്തി ഈ ലോകത്തിന് ഭക്ഷണം നൽകുന്നു, എല്ലാവരെയും രക്ഷിക്കണു. അതുകൊണ്ട് സൂര്യഭഗവാനെ അവിടുന്ന് തന്നെയാണ് സർവേശ്വരൻ. പക്ഷേ ഉപാധികളാകുന്ന ശരീരങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അവിടുത്തേക്ക് ഒരു മാറ്റം ഉണ്ടാവണില്ല. വികൃതമായി കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളിലും വസിക്കുന്ന വാക്യം കൊണ്ട് തത് സവിതുർവരേണ്യം, ആ വരേണ്യ ശബ്ദത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള അവിടുത്തേക്ക് അടിയന്റെ നമസ്കാരം. ഓം നമോ ഭഗവതേ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം, ആദിത്യന് നമസ്കാരം. എന്നിട്ടോ യദുഹവാവ വിബുധർഷഭ സവിതരദസ്തപത്യനുസവനമഹരഹമാംനായ വിധിനോപതിഷ്ഠമാനാനാം അഖില ദുരിതവൃജിന ബീജാവഭർജന ഭഗവത സമഭിധീമഹി തപന മണ്ഡലം. യത്ത് ഉഹവാവ പ്രസിദ്ധിയെ സൂചിപ്പിക്കുന്ന നിപാതങ്ങൾ ഇവ. വിബുധർഷഭ വേദശ്രേഷ്ഠനായിരിക്കുന്ന, ദേവശ്രേഷ്ഠനായിരിക്കുന്ന, വിബുധന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന, ഋഷഭനായിരിക്കുന്ന സവിതഃ ഹേ സവിതാവായുള്ളവനെ, അഹരഹ പ്രതിദിവസം, അനുസവനം 3 സന്ധ്യയിലും, ആംനായ വിധിന വേദവിധി പ്രകാരം, ഉപതിഷ്ഠമാനാനാം ഭജിക്കുന്നവരുടെ, അഖില ദുരിതവൃജിന ബീജാവഭർജന സകല ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ബീജങ്ങളെയും നശിപ്പിക്കുന്ന തപന ഹേ തപിപ്പിക്കുന്നവനെ, സൂര്യനായുള്ളവനെ, ഭഗവതഃ ഭഗവാനായ അങ്ങയുടെ, യത് അദ മണ്ഡലം യാതൊരീ ഗോളം, തപതി പ്രകാശിക്കുന്നുവോ, തത് സമഭിധീമഹി ഞങ്ങളും അതെ ആദരവോടുകൂടി ധ്യാനിക്കുന്നു. ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ എന്ന് ഗായത്രി മന്ത്രം. ഇപ്പൊ ഗായത്രിയുടെ 2ാമത്തെ പദാർത്ഥത്തെ പ്രകാശിപ്പിക്കുകയാണ് അടുത്തതായിട്ട് ചെയ്തത്. ഇപ്പൊ ഇവിടെ സൂര്യഭഗവാനെ അവിടുത്തെ ഏതൊരു മണ്ഡലമാണോ നേത്രഗോചരമായിട്ട് പ്രകാശിക്കുന്നത്, ആ മണ്ഡലത്തെ ഞങ്ങൾ അതീന്ദ്രിയ ജ്ഞാനം നേടാൻ ആഗ്രഹിച്ചും കൊണ്ട് വളരെ ആദരവോടുകൂടി, അത്യാദരവോടുകൂടി സ്തോത്രം ചൊല്ലുന്നു, നമസ്കരിക്കുന്നു. അപ്പൊ അതിൻ്റെ മഹിമ എന്താ? ദേവന്മാർക്കും ദേവനായുള്ള ആളാണ് അവിടുന്ന്. അതുകൊണ്ടാണ് ഹേ വിബുധർഷഭ എന്ന് പറഞ്ഞത്. അപ്പോ അങ്ങയുടെ ഈ മണ്ഡലത്തെ വേദവിധി പ്രകാരം ആരാണോ സേവിക്കുന്നത്, അവരുടെ ജന്മജന്മാന്തരങ്ങളായിരിക്കുന്ന
ഈ ജന്മത്തിൽ തന്നെയല്ല, പൂർവ്വജന്മത്തിലെ പോലുമുള്ള സകല ദുഃഖങ്ങളെയും അഖില ദുരിത വൃജിന ബീജാവഭർജന എന്നാണ് ഭഗവാനെ വിളിച്ചത്. അപ്പൊ അജ്ഞാനത്തെ പോലും സമൂലം വേരോടുകൂടി പിഴുതെറിയുന്നു. ഇത്രയും മഹിമയുള്ള അങ്ങയുടെ ഈ മണ്ഡലത്തെ ഞങ്ങൾ ഉപാസിക്കുന്നു. ഭർഗോ ദേവസ്യ ധീമഹി, ഗായത്രി ദ്വിതീയ പാദത്തിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥത്തെ കാണിക്കുകയാണ്. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം, അത് ഒന്നില്. ഭർഗോ ദേവസ്യ ധീമഹി, അടുത്ത എട്ടക്ഷരം. അടുത്ത എട്ടക്ഷരോ അതാണ് അടുത്ത ശ്ലോകത്തില്. ധിയോയോന പ്രചോദയാൽ, അല്ലേ? 8 8 8 24, ഇതാണ് ഗായത്രി. ഇപ്പം ഇവിടെ സൂര്യഗായത്രി എന്നറിയപ്പെടുന്ന ഭാഗം. യൈഹവാവ സ്ഥിരചരനികരാണാം നിജനികേതനാനാം മന ഇന്ദ്രിയാസു ഗണാനനാത്മന സ്വയമാത്മന്തര്യാമി പ്രചോദയതി. യാ, ഏതൊരുവൻ, ഇഹ ഈ ലോകത്തിൽ, നിജ നികേതനാനാം സ്വശരീരത്തിൽ അധിവസിക്കുന്ന സ്ഥിരചരനികരാണാം സ്ഥാവരജംഗമ സമൂഹങ്ങളുടെ അനാത്മനഃ ജഡങ്ങളായിരിക്കുന്ന മന ഇന്ദ്രിയാസു ഗണാൻ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, അസു പ്രാണങ്ങൾ, ഇവയുടെ സമൂഹങ്ങളെ സ്വയം ആത്മാ അന്തര്യാമി, അങ്ങ് ആത്മസ്വരൂപനായി അന്തര്യാമിയായി പ്രചോദയതി, പ്രേരിപ്പിക്കുന്നു. ഇപ്പൊ ഗായത്രിയിലെ ആദ്യത്തേതും രണ്ടാമത്തേതും 2 ഭാഗങ്ങൾ കഴിഞ്ഞു. മൂന്നാമത്തെ ഭാഗം 8 അക്ഷരം. അതിനെ ആ മൂന്നാമത്തെ പാദത്തിൽ അടങ്ങിയിരിക്കുന്ന സാരത്തെ വിവരിക്കുകയാണ്. അവരവരുടെ കർമ്മഗതി അനുസരിച്ച് ലഭിച്ച ശരീരം, ആ ശരീരത്തിലാണ് ഈ ജീവികൾ, സ്ഥാവരജംഗമങ്ങളായ ജഡങ്ങൾ ആയിരിക്കുന്ന മനസ്സ്, ഇന്ദ്രിയം, പ്രാണൻ, ഇതിനെയൊക്കെ ആത്മാവായിട്ട് നിൽക്കുന്നത് ആരാണ്? അന്തര്യാമിയായി നിൽക്കുന്നത് ആരാണ്? അത് ഭഗവാനാണ്, സൂര്യനാണ്. അപ്പോൾ അതത് വിഷയങ്ങളിൽ വേണ്ട പോലെ പ്രവർത്തിപ്പിക്കുന്നു, പ്രചോദിപ്പിക്കുന്നു, അല്ലേ? ധിയോയോന പ്രചോദയാൽ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണേ ഭഗവാനെ എന്നാണ് ഗായത്രി മന്ത്രത്തിൻ്റെ ആ താല്പര്യം. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഈ 3 ശ്ലോകങ്ങളോടെ ഗായത്രിയുടെ 3 പാദങ്ങളോടുകൂടി ഇന്ന് നമ്മൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ ഈ സ്തുതി തുടർന്ന് നമുക്ക് കേൾക്കാൻ, പറയാൻ ഭഗവാൻ അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം.
കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ
പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.